First one, status of Germany. Explanation. നമ്മൾ ആദ്യം 4 പോയിന്റ്സ് മാത്രമേ എഴുതുള്ളൂ. Explanation. Status of Germany. The Industrial Revolution started creating various and so many new changes in political, economic and social life of people. Despite German states fulfilling all the conditions for industrial revolution, it was not given the due importance by the world. It was not given due importance by the world. Germany had good supply of iron, coal, steel, manufacturers, laborers, water supply, etc. But they never overtook Britain and France. Britain never overtook Britain and France. This naturally irritated Germany. Number 2, exploitation. Germany was exploited by every neighboring country. This helped in creating a sense of unity in Germany. Number 3, German race and language. The German states were divided. The German states were divided on the lines of polity, but united on the concept of German race and language. Entire Europe was divided on the basis of language even today. Okay. Number 4,
Role of Napoleon. Role of Napoleon. Role of Napoleon. Role of Napoleon. His role was huge. He destroyed the holy holy Roman Empire, which controlled the German states. ഞാൻ പറയാൻ വിട്ടൊരു പോയിന്റാണ്, ഐ എം സോറി. ഈ ഇറ്റലിയിലുള്ള പോപ്പ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, ചേർച്ചിൻ്റെ ഇൻഫ്ലുവൻസ് മൊത്തം അതിന് ചുറ്റുമുള്ള കൺട്രീസിന് ഭയങ്കര. ഇപ്പം ജർമ്മനി ഇറ്റലി എപ്പോഴും നമ്മൾ ചേർത്തല്ലേ പറയാം. അപ്പോൾ ജർമ്മനിയിൽ റോമൻ എംപയറിൻ്റെ ഭാഗമായിരുന്നു എന്ന പേരും പറഞ്ഞു. നമ്മൾ ഹാബ്സ്ബർഗ് എംപയർ പോലെ പേര് പറഞ്ഞിട്ട് എന്താണ് പോപ്പിൻ്റെ ഒരു കൺട്രോൾ ഉണ്ടാകുന്നത്. അപ്പോൾ റോമക്കാർ കുറേ പേര്, റോമൻസ് കുറേ പേര് ജർമ്മനിയിൽ വന്ന് അവരെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അത് നെപ്പോളിയനാണ് വന്ന് ഇല്ലാതാക്കിയത്. ഓക്കെ, അവരെയൊക്കെ ചവിട്ടി രാജ്യത്ത് നിന്ന് പുറത്താക്കി. അവരെല്ലാവരും ബാക്ക് ടു ഇറ്റലി. ഓക്കെ, സോ വിച്ച് കൺട്രോൾ ജർമ്മൻ സ്റ്റേറ്റ്സ്. They were originally not the natives of Germany. Originally not the natives of Germany. Therefore, due to Napoleon, the non-German leaders fell. ജർമ്മനിയെ ഭരിക്കാൻ പാടില്ലാത്ത ആൾക്കാരല്ല, പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ, അവരെയൊക്കെ നെപ്പോളിയൻ ഓടിച്ചു. ഇനി ജർമ്മൻ ലീഡേഴ്സ് ആണ് വരുന്നത്. ജർമ്മൻ ലീഡേഴ്സ് ഫെൽ, ആൻഡ് this strengthened the path of unity of Germany. He also abolished small states in Germany. This step is extremely important because for the first time in history, Germany tasted the feeling of unity. Therefore, Napoleon, in fact, ignited the fire of unity in Germany. Next heading, role of personalities. Example, Bismarck. Role of personalities le example, Bismarck, Hudrer, Hudror, Hudrer, etc. Bismarck, Hudrer, Hudror, Hudrer, etc. They injected the feeling of unity. Bismarck was Chancellor of Prussia. Hudrer actually leader അല്ല കേട്ടോ. He was a writer. എഴുത്തുകാരനായിരുന്നു. അപ്പോൾ എഴുത്തിലൂടെ അതെന്ത് ചെയ്തു, ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാനിവിടെ ബിസ്മാർക്ക് മാത്രമാണ് സിംഗിൾ പേഴ്സൺ ബിഹൈൻഡ് പൊളിറ്റിക്കൽ യൂണിറ്റിയുടെ കാര്യം. ഹുഡ്രർ promoted the concept of German race and language
through his writings. Through his writings. Next heading, phases of German unification. Phases of German unification. ഇതിൽ ഓരോ ഫേസും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആണ്. 4 ഫേസാണ് ഉള്ളത്. 4 ഫേസിന് 4 ഹെഡിങ് ഉണ്ട്. ഈ 4 ഫേസിൽ ഓരോ ഹെഡിങ്ങും ക്വസ്റ്റ്യനാണ്. ഒരുമിച്ച് ചോദിക്കാം. അതുപോലെ ഇജാനി പറയാൻ പോകുന്ന 4 ഹെഡിങ്സും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. നമ്പർ 1, ജർമ്മൻ ഡയറ്റ്. ബ്രേക്ക് തരാം. GERMAN, ജർമ്മൻ ഡയറ്റ്. ഡയറ്റ് നമ്മൾ സാധാരണ ഡയറ്റ് ഇല്ലേ, DIET, ഡയറ്റ്, ജർമ്മൻ ഡയറ്റ്. അത് ഭക്ഷണമായിട്ടൊരു ബന്ധമില്ല. നമ്പർ 2, സോൾവറിൻ. 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 സോൾവറിൻ പറഞ്ഞില്ലേ, ജർമ്മൻ ഡയറ്റ് എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. സോൾവറിൻ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ഓരോന്നും ക്വസ്റ്റ്യൻ ചോദിക്കാം. നമ്പർ 3, സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ്. സെക്കൻഡ് ഫ്രാങ്ക്ഫർട്ട് പാർലമെന്റ്. നമ്പർ 4, റോൾ ഓഫ് ബിസ്മാർക്ക്. നമ്പർ 4, റോൾ ഓഫ് ബിസ്മാർക്ക്. ഈ 4 കാര്യങ്ങൾ ചേർന്നപ്പോഴാണ് ജർമ്മനി യുണൈറ്റഡ് ആയത്. ഓക്കെ, പെട്ടെന്നൊരു ബ്രേക്ക് എടുത്തിട്ട് വന്നോളൂ. എന്താ ആരാണോ എക്സ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് അവിടെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇന്ത്യയിലൊന്നും അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇന്ത്യ ആരും കപ്പലിൽ കയറി പോകുന്നില്ലല്ലോ. അമേരിക്കൻസ് അങ്ങനെയല്ല. അവർക്ക് ട്രേഡ് ഉണ്ട്, ട്രേഡ് ലിങ്ക്സ് ഉണ്ട്. അതിനാണ് അവർ കർബ് ചെയ്തത്. എന്താ പ്രാക്ടിക്കലി ഫെയിലിയർ ആണ്. ഒന്ന് മാറും, പെട്ടെന്ന് മാറും. അയാൾ വെറും ഒരു പപ്പറ്റ് കിങ് ആണ്. റോബ്സ്പിയർ ഒരു സാധാരണക്കാരനാണ്. അയാളൊരു കിങ് അല്ല. ഹീസ് നോട്ട് എ കിങ്. നമ്മളിൽ ഒരാളാണ്. അല്ല, ഹീസ് നോട്ട് എ നോർമൽ, ഹീസ് എ നോർമൽ പേഴ്സൺ. അയാൾ എന്തുകൊണ്ട് അത്രയും ഇതാവാൻ കാരണം എന്ന് വെച്ചാൽ പേടി. രാജാവിനെ വരെ കൊന്ന ആൾക്കാരാണ് ഈ ഫ്രണ്ട് നിൽക്കുന്നതല്ല. ഇവൻ നാളെ എന്നെയും കൊല്ലാൻ ചാൻസ് ഉണ്ടെന്നുള്ള പേടിയാണ് അയാളെ കൊണ്ട് അത് മുഴുവൻ ചെയ്യിച്ചത്. അയാൾ സാധാരണക്കാരനാണ്. പിന്നെ ഈ വിയന്ന കോൺഗ്രസിന്റെ സമയത്ത് അവന്മാരെല്ലാം കൂടി ചേർത്ത് നെപ്പോളിയൻ 18 തിരിച്ചാക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഒരു പപ്പറ്റ് ഹെഡാണ്. So first one is German diet.